റമദാൻ മാസം കഴിഞ്ഞോടുകൂടി പിശാചി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ല. ജനമനസ്സുകൾ മടവൂരിലേക്ക് ഷെയ്ഖുൽ മഷായിഖ് കുതുബുൽ ആലം CM വലിയുള്ള ഇബ്ലീസ് റമദാൻ കഴിഞ്ഞോടുകൂടി എങ്ങനെ മനുഷ്യനെ പഴിപ്പിക്കുന്നു നോക്കണം. മയക്കുമരുന്നും മറ്റൊന്നല്ല ശരിയായ ശത്രുത. ഇവരാണ് ശത്രു, ഇത് ഒട്ടിക്കുന്നവർ. അസ്തഗ്ഫിറുല്ലാഹ്. ഒറ്റയടിക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകാം. അവനവൻ്റെ കാര്യങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഞാനും കണ്ടിരുന്നു ഈ പോസ്റ്റ് അവിടെ ഇവിടെ എല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഏത് പാർട്ടിയാണെന്നൊന്നും അറിയില്ല. കുതുബുൽ ആലം എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ആലം എന്ന് പറഞ്ഞാൽ ലോകം. അതുപോലെ കുതുബുൽ തന്നെ കേന്ദ്രം, അച്ചുതണ്ട് എന്നെല്ലാം പറയും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഇവർക്കൊന്നും ലോകത്തിനെ പറ്റിയോ പ്രപഞ്ചത്തിനെ പറ്റിയോ അതിന്റെ ഒരു ABCD പോലും അറിയുന്ന ഒരാൾ ഇങ്ങനെ എഴുതൂല. കാരണം കോഴിക്കോട്ടുകാരനായ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം മരിച്ചും ചെയ്തു. അദ്ദേഹം ഭൂമിയുടെ അച്ചുതണ്ടാണത്രേ. അദ്ദേഹത്തിന്റെ തലയിൽ കിടന്നിട്ടാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ടിൽ കറങ്ങി. എന്താ ഇതിന്റെ അർത്ഥം? ഇനി അതല്ലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രം എന്നും പറയല്ല. കേന്ദ്രം ഭൂമിയുടെ കോറാണ്. ഈ കോറാണോ? അവിടെ കണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിയിട്ട് CM മടവൂരിന്റെ പൊടി പോലും ഉണ്ടാവില്ല. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ഇവര് പറയുന്നത്? ഇദ്ദേഹം ഗൾഫിൽ പോയിട്ടില്ലേ? കുത്തുബില്ലാതെ ഇത് ഏറ്റവും വലിയ ഗുരുതരമാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കഴിവോ അങ്ങനെ ആലമിൽ എന്തെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ്. ഇന്ന ഷിർക്ക് അല ദുൽമുൻ അദീം. ഷിർക്ക് ചെയ്തവൻ ഏറ്റവും വലിയ അക്രമം ചെയ്ത് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും, ഷിർക്ക് പുറത്തു കൊടുക്കൂല. ഇത് ഹൈന്ദവര് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് നോക്കണം. ഹൈന്ദവര് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് ഇങ്ങനെ ലോകം ഭരിക്കുന്നുണ്ടെന്നോ ലോകത്തിൽ എന്തെങ്കിലും മഴ പെയ്യ്ക്കുന്നുണ്ടെന്നോ എന്തെങ്കിലും പറയോ? കുതുബുൽ ആലം ആണെങ്കിൽ, ഇദ്ദേഹം ആണെങ്കിൽ, അതായത് ലോകത്തിന്റെ അച്ചുതണ്ടാണ് ഇദ്ദേഹമെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ലോകം എന്ന് പറയാം. ഇവിടെ മഴ പെയ്യ്ക്കുന്നത് CM മടവൂർ അറിഞ്ഞിട്ടാണോ? ഇവിടെ രാവും പകലും മാറ്റുന്നത് CM മടവൂർ അറിഞ്ഞിട്ടാണോ? ഇവിടെ ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടാക്കിയത് CM മടവൂർ അറിഞ്ഞിട്ടാണോ? അദ്ദേഹം എന്നാ പിന്നെ ആ യോഗ്യത കുറച്ചും കൂടി പറയാൻ പറ്റുന്ന നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഇപ്പൊ ലോകത്ത് മൊത്തം ടാക്സ് എല്ലാം ആക്കി അമേരിക്ക നമ്പർ 1 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാ. എന്നാ അദ്ദേഹത്തിനല്ലേ ഇതിനെക്കാട്ടി കുറച്ചുകൂടി പറയാൻ കഴിയുന്നത്? ഒരു നിസ്സാരമായ മനുഷ്യരെ കുതുബുൽ ആലം, ലോകത്തിന്റെ അച്ചുതണ്ട്. അപ്പം ഷെയ്ഖുൽ മഷായിഖ് എന്ന് ഇരിക്കുന്നതിന്റെ മുകളില്, അതായത് ഷെയ്ഖ്. അപ്പൊ ആ ഷെയ്ഖന്മാരൊക്കെ എന്താ ജോലി? അവര് ഈ സൂര്യനും ചന്ദ്രനൊക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നു അവരാണോ? മനുഷ്യരെ, പൊന്നു സഹോദരന്മാരെ, ഈ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവരെ ഒന്ന് നോക്കണം. നമ്മുടെ ഒരു മിൽക്കി വേ എന്നുള്ള ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രത്തിന്റെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഒന്നിലാണ് നമ്മളുള്ളത്. ആദ്യം മനസ്സിലാക്കണം. ഒരു 10,000 കോടി നക്ഷത്രങ്ങളുണ്ട് ഈ മിൽക്കി വേ ഗാലക്സിയിൽ, നമ്മുടെ ആകാശഗംഗയിൽ. അതിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ. അതിനെ ചുറ്റുന്ന ഒരു മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിൽ മനുഷ്യരെല്ലാരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 പൂജ കഴിഞ്ഞിട്ട് 1 ഇടണം, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭൂമി എത്രയോ വലുതാണ്. എന്നാൽ ഈ മിൽക്കി വേ ഗാലക്സി നോക്കിയിട്ട് ഭൂമി കാണുക പോലുമില്ല. ആ അള്ളാഹുവിനോടാണോ നിങ്ങൾ ഈ CM മടവൂരിനെയും മമ്പർദങ്ങളെയും ബദരീങ്ങളെയും മറ്റാരൊക്കെയോ കുറെ ആളുകളെ പങ്കു ചേർക്കുന്നത്? നിങ്ങൾക്കെന്താ ബുദ്ധിക്ക് വല്ല പ്രശ്നമുണ്ടോ? നരകത്തിലിട്ട് കത്തിക്കുമല്ല. അതിനെ ഷുറക്കായി എന്റെ പങ്കുകാരെ എവിടെയെന്ന് ചോദിക്കൂ. എന്തൊരു വിവരക്കേടാ നോക്കണം. ഇനി അതൊരു ഗാലക്സി, ഇങ്ങനെ എത്ര ആൻഡ്രോമേഡ ഗാലക്സി. ഈ ഗാലക്സിന്ന് അടുത്ത ഗാലക്സിക്ക് ഒരു കാലത്ത് ഒരാൾക്കും പോകാൻ കഴിയില്ല. പോട്ടെ, നമ്മുടെ ഈ സൗരയൂഥത്തിൽ നിന്ന് അടുത്ത സൗരയൂഥം വരെ ഒരു മനുഷ്യന് ഒരു വാഹനമായിട്ട് പോയാലും എത്തൂല. 4.3 പ്രകാശവർഷം വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ. ഇനി ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഘടന ഗാലക്സികളെ. അതിന്റെ വലിപ്പം നമ്മുടെ മിൽക്കി വേ ഗാലക്സി തന്നെ 1 ലക്ഷം അതിന്റെ നീളമുള്ളത് 1 ലക്ഷം പ്രകാശ വർഷമാണ്. 1 ലക്ഷം പ്രകാശത്തിന് പോടുന്നതിന്റെ പ്രകാശം കൊണ്ട് അളക്കുകയാണ്. കിലോമീറ്റർ ഒന്നും നടക്കൂല. അതിന് 1 ലക്ഷം. എന്ത് അർത്ഥത്തിൽ അത് യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ പുത്രൻ എന്നൊക്കെ പറയുന്ന പോലെ പമ്പര വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്. ഈ ഭൂമി അള്ളാഹു ഉണ്ടാക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ടല്ല, എവിടെ ആയിരുന്നു ഈ പങ്കുകാരൊക്കെ? ഈ കോഴിക്കോട്ടുകാരനായ ഒരാള് ഭൂമിയുടെ അച്ചുതണ്ട് കുതുബുൽ ആലം പറയുന്ന ഇവർക്ക് യാതൊരു വിവരമില്ല, യാതൊന്നുമില്ല. അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി.
നിങ്ങൾ ജാറം കെട്ടിയിട്ട് മനുഷ്യനെ പിശാചിന്റെ മാർഗത്തിൽ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. ഇത് വെറും വലിയൊരു തമാശയാണ് ഈ ബോർഡ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഈ ശിർക്കിൽ നിന്നും. ഇനി ഓക്കെ, കുത്തുബുൽ ആലം മരിച്ചുപോയി. ഇപ്പൊ ഭൂമിയുടെ അച്യുതണ്ട് ആരാ? കുത്തുബുൽ ആലം, സി എം മടവൂർ കുത്തുബുൽ ആലം ലോകത്തിന്റെ അച്യുതണ്ടാണെങ്കിൽ, അച്യുതണ്ട് മരിച്ചു പോയെങ്കിൽ ഇപ്പൊ ഭൂമി തിരിയുന്നുണ്ടല്ലോ, അത് ആരാ തിരിക്കുന്നത്? അതിന് അച്യുതണ്ട് എങ്ങോട്ടോ? എന്തോ ഒരു വിവരക്കാടാ ഇത്. എഴുതുന്നവനോ ഇത് കേൾക്കുന്നവനോ ഇത് അറിയുന്നവനോ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? കുത്തുബുൽ ആലം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പര വിഡ്ഢികളാണ് ഇവരെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. മരിച്ചവൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് നല്ല മനുഷ്യനാണ്, സ്വർഗം കൊടുക്കട്ടെ, നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് ഇതെല്ലാം പിശാചാണ് യഥാർത്ഥത്തിൽ. എത്രമാത്രം ദുർബലമാണെന്നുള്ളത് കുത്തുബുൽ ആലമണി ഭൂമിയിലുള്ള എന്തിൻ്റെങ്കിലും മോൾ അദ്ദേഹത്തിന് തെളിവുണ്ടാവില്ല. ഞാനാണ് ഇതാ ഭൂമിയുടെ അച്ഛത്തണ്ട് എന്നൊരു പ്രൂഫ് ഉണ്ടോ? അള്ളാഹ് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ഞാനാണ് രാപ്പകൽ മാറ്റുന്നത്, ഞാനാണ് മഴ പെയ്ക്കുന്നത്, ഞാനാണ് മേഘങ്ങൾ കൊണ്ടുവരുന്നത്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളെ പൂർവ്വപിതാക്കളെ സൃഷ്ടിച്ചത്. ഇദ്ദേഹം എന്താണ് സൃഷ്ടിച്ചത്? എന്താണ്? അറൂനി മാതാ ഖലഖു മിനൽ അർദ്, എനിക്ക് കാണിച്ചു തരൂ നിങ്ങൾ എന്താണ് ഭൂമിയെ സൃഷ്ടിച്ചുള്ളത്. കുത്തുബുൽ ആലം നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖ് നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അജ്മീർ ഖാജ നീ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ? എന്തിൻ്റെങ്കിലും കാര്യത്തില്? പിന്നെ എന്തായി പറയുന്നത്? എത്ര വിവരക്കേടാണ്. അദ്ദേഹം എന്നെ സഹായിക്കുന്ന വീട്ടിലിരുന്ന് മനസ്സിൽ വിചാരിച്ചത് തന്നെ കഴിഞ്ഞു കഥ, ഔട്ട്. ഇസ്ലാം ഷിർക്ക് ചെയ്തവന്റെ അമലുകൾ ഇന്നലെ നമ്മൾ ഒരു അറബിയുടെ വീഡിയോ കണ്ടില്ലേ? അതിലെന്താ പറയുന്നത്? 90 വർഷം നീ ഇബാദത്ത് ചെയ്തു പൂർണ്ണമായും, മരിക്കുന്നതിന് 2 സെക്കൻഡ് മുമ്പ് നീ പറയണം റസൂലുള്ളാഹ് എന്നെ സഹായിക്കണം എന്ന് തന്നെ കഴിഞ്ഞു കഥ. അത്രയ്ക്ക് ഒരു കാരണം ഒരു ന്യായമില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ. അള്ളാഹു പറഞ്ഞ നിങ്ങൾ ഏതൊരു അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കും? 2 ഘട്ടങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിലാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത്? അവന് പകരക്കാരൻ ഉണ്ടാക്കുന്നത്? ഒറ്റ ചോദ്യം, അവരെല്ലാം എവിടെയായിരുന്നു? അള്ളാഹു ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? ഒരു തെളിവുണ്ടോ? ഇത് വെറും പിശാച് കൊണ്ടുവന്ന വെറും മണ്ടന്മാരുടെ ഒരു സംഘടനകളാണ്. അതിന് വേണമെങ്കിൽ രക്ഷപ്പെട്ടോളി. ഇവര് വെറും കൊട്ടക്കണക്കിന് അനാചാരങ്ങളും ഷിർക്കും വിധത്തൊക്കെ പേര് മാത്രമുണ്ട് ഇസ്ലാം മുസ്ലിം. എന്തിനാ അതിന്റെ പിന്നാലെ നടക്കുന്നത്?